ബ്ലോക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഗ്രൂപ്പ് പീരിയഡ് ബ്ലോക്ക് ഇത് മൂന്നും കണ്ടെത്തണം. അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കാം. എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ആണെന്ന് ഇരിക്കട്ടെ. സോ അറ്റോമിക് നമ്പർ 17 ആണ്. എങ്ങനെയാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6 3s2 3p5 അല്ലെ. ഇനി നമുക്ക് ആദ്യം ഇവന്റെ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യാം. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ കയറുന്നത് അതാണ് ബ്ലോക്ക്. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയിരിക്കുന്നത് പി സബ്ഷെല്ലിലാണ്. സോ അവന്റെ ബ്ലോക്ക് ഏതായിരിക്കും? പി ബ്ലോക്ക് ആയിരിക്കും. ഇനി നമുക്ക് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാം. പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 12 കൂട്ടാ. ഇവിടെ അവസാനത്തെ പി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്, അതിനോട് 12 കൂട്ടാ 17 എന്ന് കിട്ടും. അതല്ല എങ്കിൽ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിനോട് 10 കൂട്ടാം. സോ ഇവിടെ അവസാനത്തെ ഷെല്ലിൽ ടോട്ടൽ 7 ഇലക്ട്രോൺ ആണ്. 10 കൂട്ടിയാൽ 17 കിട്ടും. എളുപ്പമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചെയ്യുക. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ എളുപ്പം അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 12 കൂട്ടുന്നതാണ്. ഇനി അടുത്തത് പീരിയഡ് കണ്ടെത്തണം. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.